കുന്നമംഗലത്ത് കടുവയുടെ ആക്രമണമുണ്ടായ സ്ഥലം സന്ദർശിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കടുവ സാന്നിധ്യം വനത്തിനുള്ളിൽ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതോടെ കടുവയെ കൂടുവെച്ച് പിടികൂടാനാവില്ല എന്ന നിലപാടിലാണ് വനം വകുപ്പ്. കോട്ടപ്പാറ പ്ലാന്റേഷനിലായിരുന്നു കടുവ പശുവിനെ കൊന്നത്. ഫെൻസിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്നും ഈ ഭാഗത്തെ അടിക്കാട് വെട്ടി വൃത്തിയാക്കുമെന്നും മലയാറ്റൂർ DFO അറിയിച്ചു. നമ്മുടെ ആൾറെഡി ക്യാമറ ട്രാപ്സ് വെച്ചിട്ടുണ്ടോ, എവിടുത്തെ സംഭവമായിട്ടുണ്ടോ അവിടെ ക്യാമറ ട്രാപ്സ് വെച്ചിട്ടുണ്ടോ. അതല്ലാതെ നമുക്ക് ഫോറസ്റ്റ് റേഞ്ച് ഏരിയാസ് ഒന്നും ഒരു 3-4 സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഇല്ല, ഈ പുറത്ത് ഏരിയയിലും ഒന്നുമില്ല, ബൗണ്ടറി ഏരിയയിലും അങ്ങനെയായിട്ട് ഒന്നുമില്ല. ഫോറസ്റ്റ് അകത്താണ്, അത് മാത്രമാണ് ഉള്ളത്. ഓക്കെ, പുറത്ത് ഏരിയയിൽ ഒന്നും മൂവ്മെന്റ് ഒന്നുമില്ല. ഇല്ല, അതാണ് പറയേണ്ടത്. നമുക്ക് ഏതെങ്കിലും പുറത്ത് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രം നമുക്ക് NTC പ്രോട്ടോകോൾ പ്രകാരം റിക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഏതൊക്കെ മൂവ്മെന്റ് ഉണ്ടോ കംപ്ലീറ്റ്ലി അകത്താണ് ഉണ്ടത്. ആൻഡ് ദെൻ ഏതൊക്കെ ഈ കടുവ ടെൻഡൻസി നോക്കെങ്കിൽ നമ്മുടെ ലാസ്റ്റ് 3 ദിവസമായിട്ട് നമ്മുടെ സ്റ്റാഫ് അകത്ത് പോയിട്ട് ക്യാമറ ട്രാപ്പ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് നോക്കെങ്കിൽ ഏതൊക്കെ ജഡമുണ്ടെന്നോ അത് അകത്ത് കൊണ്ടുപോകുന്നുണ്ട്. സോ കടുവയ്ക്ക് അകത്ത് പോകാൻ ഒരു ടെൻഡൻസിയാണ് ഉള്ളത്. നമ്മൾ ആൾറെഡി പാട്രോളിംഗ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ. എന്താണ് ഈ ആഴ്ചയിൽ തന്നെ മാക്സിമം നമുക്ക് ഏതൊക്കെ അരിക്കാടുണ്ടോ ഇവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് കൂടാ, NGO സപ്പോർട്ട് കൂടാ, നമുക്ക് ഈ ഭാഗത്തുകൊണ്ട് അരിക്കാട് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. എന്താ നമ്മുടെ ഫെൻസിംഗ് വർക്ക് ആൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എത്ര പെട്ടെന്നെങ്കിലും അത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. കോഴിക്കോട് കാരശ്ശേരി വല്ലത്തൈപ്പാറയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. പുലിഭീതിയെ തുടർന്ന് നാട്ടുകാർ 2 ദിവസമായി പ്രദേശത്ത് രാത്രിയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. മൊബൈൽ പകർത്തിയ ദൃശ്യമാണ് പുറത്തു വന്നത്. മലപ്പുറം തേൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി കൂട്ടിലായി. തേൾപ്പാറ കുറുമ്പ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടിപ്പെട്ടത്. ജനവാസ മേഖലയിൽ കരടി ശല്യം രൂക്ഷമായതോടെയാണ് വനം വകുപ്പ് കൂട് വെച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ ക്ഷേത്രമുറ്റത്ത് കൂടെന്നൊക്കെ പറയുമ്പോൾ ജനവാസ മേഖല, അവിടേക്ക് ഈ കരടിയുടെ വരവ് സ്ഥിരമായിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? തേൾപ്പാറ മേഖല വനത്തിനോട് ചേർന്നുള്ള പ്രദേശമാണ്. ഇവിടെ സ്ഥിരമായിട്ട് ഈ കരടിയും മറ്റും ഇറങ്ങുന്നതിന്റെ പരാതികൾ ഒരുപാട് വന്നിരുന്നു. ഈ മേഖലയിലെ കർഷകർ തേൻ കൃഷി ചെയ്തിരുന്നു, തേൻകൂടുകളൊക്കെ വെച്ചിരുന്നു. അപ്പൊ ഈ തേൻകൂടുകളിൽ നിന്നെല്ലാം തേന് എല്ലാ സമയത്തും കാണാതാവുക, അതുപോലെ അമ്പലത്തിന് വെച്ചിരുന്ന വിളക്കിലെ എണ്ണ അത് ആരോ കുടിച്ച് പോവുക, അതെങ്കിൽ കാണാതാവുക, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് വനംവകുപ്പ് നടത്തിയ നിരീക്ഷണത്തിലാണ് കരടിയാണ് ഇത് ചെയ്തത് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞത്. അതിനെ തുടർന്നാണ് കരടിയെ പിടികൂടാൻ അവിടെ ഒരു കൂട് ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് സ്ഥിരമായിട്ട് കരടി വരും എന്നുറപ്പുള്ളതിനാൽ അതിന് മുറ്റത്ത് സ്ഥാപിക്കുകയും കഴിഞ്ഞ ദിവസം രാത്രിയോടെ കരടി അതിൽ പെടുകയും ചെയ്തു. രാത്രി തന്നെ വനംവകുപ്പ് കരടിയെ അവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാട്ടുകാർ വരാനോ മറ്റു രീതിയിലൊരു സംഘർഷങ്ങൾക്കോ പ്രശ്നങ്ങൾക്കോ ഒന്നും ഒരു സമയം കൊടുക്കാതെ കരടിയുമായി വളരെ വേഗത്തിൽ ഉൾക്കാട്ടിലേക്ക് വനംവകുപ്പ് നീങ്ങിയിട്ടുണ്ട്. ഉൾക്കാട്ടിൽ തുറന്നുവിടുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. എന്നാണെങ്കിലും പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസമാണ്. കാരണം അവരെ സംബന്ധിച്ച് വലിയ ഭീഷണിയായിരുന്നു അവരുടെ കാർഷിക വിളകൾക്കും അതുപോലെ തന്നെ അവരുടെ സ്വയ ജീവിതത്തിനൊക്കെ ഈ കരടിയുടെ സാന്നിധ്യം. അതിലൊരു ആശ്വാസം ലഭിച്ചത് നാട്ടുകാരെ സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ വലിയ സമാധാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ശ്രീജ. CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് നിലമ്പൂർ DFO ധനിത് ലാലിന്റെ വാക്കുകൾ കേൾക്കാം. അതിലേക്ക് നമുക്ക് മടങ്ങിയെത്താം. ഇന്നലെ രാത്രിയാണ് ഈ തേൾപ്പാറയിൽ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിൽ കരടി കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് ആതിരപ്പള്ളിയിലെ ആനയെക്കുറിച്ച്. അനുമോദ് തന്നെ അതിൻ്റെ കുറേ വാർത്തകൾ നമുക്ക് നൽകിയിരുന്നു. പക്ഷേ ആ ആനയുടെ ആരോഗ്യാവസ്ഥയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ ആശങ്കയുണ്ടായിരുന്നു. അതിൻ്റെ മുറിവ് വീണ്ടും പഴുത്തതായി കണ്ടിരുന്നു. അപ്പോൾ ആ ആനയെ ഇനി എങ്ങനെ ചികിത്സ കൊടുക്കുമെന്നതാണ് ഇവരും ആലോചിക്കുന്നത്, പ്രത്യേകിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. ഈ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ എന്തായാലും വനംവകുപ്പ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. സെൻട്രൽ സർക്കിൾ CCFന്റെ നേതൃത്വത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി ചികിത്സയ്ക്കായി കോടനാട്ട് പ്രത്യേക കൂട് നിർമ്മിക്കും. കൂട് നിർമ്മിക്കാൻ ആവശ്യമായ യൂക്കാലി മരങ്ങൾ മൂന്നാറിൽ നിന്ന് എത്തിക്കാനുള്ള നടപടിയും തുടങ്ങി. വീണ്ടും മയക്കുവെടി വെച്ച് ആനയെ കോടനാട്ടേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. മുറിവേറ്റ ആനയെ പിടികൂടാൻ കുങ്കി ആനകളെയും എത്തിക്കും. വെള്ളിയാഴ്ച ദൗത്യം ആരംഭിക്കാനാണ് വനംവകുപ്പ് ആലോചിക്കുന്നത്.
ഇന്നലെ നൂൽപ്പുഴയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനോടൊക്കെ ഒരു പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഫാർമേഴ്സ് റിലീഫ് ഫോറവും തൃണമൂൽ കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ വയനാട്ടിൽ തുടങ്ങിക്കഴിഞ്ഞു. ഹർത്താലിന് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ല. വ്യാപാരികളും ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഹർത്താൽ. വയനാട് നൂൽപ്പുഴയിൽ ഇന്നലെയാണ് ആദിവാസിയായ മാനു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പിലെ എല്ലാ വിഭാഗം മേധാവികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉന്നതതല യോഗം ഇന്ന് നടക്കും. മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ വനംവകുപ്പ് ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം ചേരുക. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും. ദേശീയ വാർത്തകളിലേക്ക് പോകാം. മണിപ്പൂരിൽ പുതിയ മുഖ്യമന്ത്രി ആരായിരിക്കും? ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോകുമോ? ഇങ്ങനെയുള്ള പല ആശങ്കകളുണ്ട്. മണിപ്പൂരിൽ മുഖ്യമന്ത്രി ചർച്ചകളിൽ പക്ഷേ ഇതുവരെയും തീരുമാനമായിട്ടില്ല. BJP MLA-മാർക്കിടയിൽ സമവായമാവാത്ത സാഹചര്യത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനകളുമുണ്ട്. സംസ്ഥാനത്ത് ക്യാമ്പ് ചെയ്യുന്ന മണിപ്പൂരിന്റെ ചുമതലയുള്ള സംപീത് പാത്ര MLA-മാരുമായി ചർച്ച നടത്തിയെങ്കിലും തീരുമാനമായില്ല. സംസ്ഥാനത്തെ ക്രമസമാധാന നില സംബന്ധിച്ച് ഗവർണർ രാഷ്ട്രപതിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും റിപ്പോർട്ട് ഉടൻ കൈമാറും. ഒരു ഭാഗത്ത് കുക്കി വിഭാഗക്കാരായ BJP MLA-മാർ, മറുഭാഗത്ത് ബിരേൻ സിംഗ് അനുകൂലികളായ മെയ്തേ സംഘടനകൾ. ഇരു കൂട്ടർക്കും യോജിക്കാൻ കഴിയുന്ന ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കണ്ടെത്താൻ BJP കേന്ദ്ര നേതൃത്വത്തിനായിട്ടില്ല. കുക്കി വിഭാഗത്തിൽ നിന്നുള്ള BJP MLA-മാരെ ഡൽഹിയിൽ വിളിപ്പിച്ച് ചർച്ച നടത്തിയെങ്കിലും സമവായം കണ്ടെത്താനായില്ല. മെയ്തേ സംഘടനകളെ പിണക്കാനും BJP തയ്യാറല്ല. തൽക്കാലം മണിപ്പൂർ നിയമസഭ മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്നത് തുടരും. BJP-യിൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതലയുള്ള സംബിത് പത്ര മണിപ്പൂർ ഗവർണറെ കണ്ട് രാഷ്ട്രീയ സ്ഥിതിഗതികൾ വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞു മടങ്ങിയ ശേഷമാവും അന്തിമ തീരുമാനം. രാഷ്ട്രപതി ഭരണത്തിൽ സമാധാനം പുനഃസ്ഥാപിച്ച ശേഷം തെരഞ്ഞെടുപ്പിലേക്ക് പോകാമെന്ന ആശയത്തിനാണ് ഇപ്പോൾ BJP-യിൽ മുൻതൂക്കം. കോൺഗ്രസ് അവിശ്വാസത്തെ പിന്തുണയ്ക്കുമെന്ന് കുക്കി വിഭാഗക്കാരായ BJP MLA-മാർ ഭീഷണി മുഴക്കിയതിനെ തുടർന്നായിരുന്നു ബിരേൻ സിംഗിനോട് രാജിവെക്കാൻ BJP കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. പ്രയാഗ്രാജിൽ കുംഭമേള അവസാന ഘട്ടത്തിലേക്കൊക്കെ അടുത്തു തുടങ്ങി. ഇന്ന് മഹാകുംഭമേളയുടെ ഭാഗമായുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളിലൊന്നായ മാഘപൂർണിമയാണ്. മാഘപൂർണിമ ദിവസത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് ഉത്തർപ്രദേശ് സർക്കാർ അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഗംഗയും യമുനയും സങ്കല്പത്തിലെ സരസ്വതിയും സംഗമിക്കുന്ന ത്രിവേണി സംഗമം. മഹാകുംഭമേള സമയത്ത് ഇവിടെ മുങ്ങിക്കുളിച്ചാൽ പുണ്യമായ വിശ്വാസികൾ കരുതുന്ന 6 പ്രധാന ദിവസങ്ങൾ. കഴിഞ്ഞത് പൗഷ് പൂർണിമ, മകരസംക്രാന്തി, മൗനി അമാവാസി, ബസന്ത പഞ്ചമി. ഇന്ന് മാഘപൂർണിമ. ഇനിയുള്ളത് കുംഭമേളയുടെ സമാപനമായ മഹാശിവരാത്രി. തിക്കും തിരക്കും ഒഴിവാക്കാനായി ഉത്തർപ്രദേശ് സർക്കാർ കർശന നിയന്ത്രണങ്ങളാണ് പ്രയാഗ്രാജിലും പരിസര പ്രദേശങ്ങളിലും ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രയാഗ്രാജിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. കഴിഞ്ഞ ദിവസം കിലോമീറ്ററുകൾ നീളുന്ന 12 മണിക്കൂറോളം തുടർന്ന ഗതാഗത കുരുക്കിന്റെ സാഹചര്യത്തിലാണ് വാഹനങ്ങൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് 18. മഹാകുംഭമേളയിൽ പങ്കെടുത്ത അംബാനി കുടുംബം, റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി, അമ്മ കോകിലാബെൻ അംബാനി, മക്കളായ ആകാശ് അംബാനി, ആനന്ദ് അംബാനി, ആനന്ദിന്റെ ഭാര്യ രാധിക മെർച്ചന്റ് എന്നിവരാണ് കുംഭമേളയ്ക്ക് എത്തിയത്. ആകാശ് അംബാനിയുടെ ഭാര്യ ശ്ലോക മേത്ത, മക്കളായ പൃഥ്വി, വേദ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. മാഘപൂർണിമയ്ക്ക് മുന്നോടിയായി തീർത്ഥാടകരുടെ വലിയ തിരക്കായതിനാൽ ബോട്ടിലാണ് കുടുംബം ത്രിവേണി സംഗമത്തിലേക്ക് എത്തിയത്. റിലയൻസ് ഫൗണ്ടേഷൻ കുംഭമേളയ്ക്ക് എത്തുന്ന തീർത്ഥാടകർക്കായി സൗജന്യ ഭക്ഷണവും വൈദ്യസഹായവും ഗതാഗത സഹായവും കണക്ടിവിറ്റി സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്.
ഇന്നലെയാണ് അംബാനി കുടുംബം മഹാകുംഭമേളയിൽ പങ്കെടുത്ത് സ്നാനം നടത്തിയത്. അംബാനി കുടുംബത്തിലെ 4 തലമുറയിൽപ്പെട്ടവരാണ് ഒരുമിച്ച് പ്രയാഗ്രാജിൽ എത്തിയത് എന്നതും പ്രത്യേകതയാണ്. പരമാർത്ഥ് നികേതൻ ആശ്രമവും അംബാനി കുടുംബം സന്ദർശിച്ചു. റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് തീർത്ഥയാത്രി സേവ എന്ന സംരംഭത്തിലൂടെ മഹാകുംഭ തീർത്ഥാടകർക്ക് വ്യാപകമായി സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. ഫ്രാൻസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെത്തും. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. ട്രംപിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സന്ദർശനം. ഇന്ത്യക്കാരെ വിലങ്ങിട്ട് നാട് കടത്തിയത് വിവാദമായ സാഹചര്യത്തിൽ ഈ കൂടിക്കാഴ്ച നിർണായകമാണ്. ഈ വിഷയങ്ങൾ ഇരുവരും ചർച്ച ചെയ്തേക്കും. രണ്ടാം തവണ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഒരുപാട് നിയന്ത്രണങ്ങൾ കൊണ്ടുവരികയാണ് ട്രംപ്. ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇതുവരെ നൽകിയ എല്ലാ സഹായങ്ങളും നിർത്തുകയാണെന്ന് കഴിഞ്ഞ ദിവസമാണ് ട്രംപ് പ്രഖ്യാപിച്ചത്. ദക്ഷിണാഫ്രിക്കയുടെ പുതിയ ലാൻഡ് ആക്ടാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. എന്നാൽ ഈ അവസരം മുതലാക്കാനുള്ള നീക്കത്തിലാണ് ചൈന. അമേരിക്ക കൈയൊഴിഞ്ഞ ദക്ഷിണാഫ്രിക്കയെ ചേർത്ത് നിർത്തി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്വാധീനം ശക്തമാക്കാൻ ചൈന തയ്യാറെടുത്തു കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതു മുതൽ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളെല്ലാം വെറുപ്പിക്കുന്ന സമീപനങ്ങളാണ് സ്വീകരിച്ചു പോരുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് നൽകി വരുന്ന എല്ലാ സഹായങ്ങളും പിൻവലിക്കാനുള്ള ട്രംപിന്റെ ഉത്തരവ്. മാത്രമല്ല, യുഎസിലെ ആഫ്രിക്കൻ ന്യൂനപക്ഷങ്ങളെ അഭയാർത്ഥി പട്ടികയിൽപ്പെടുത്താനും ട്രംപ് ആലോചിക്കുന്നുണ്ട്. സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമാഫോസ കൊണ്ടുവന്ന ലാൻഡ് നിയമമാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. രാജ്യത്തെ ഭൂരിപക്ഷം കറുത്ത വർഗക്കാർക്കും സ്വന്തമായി മണ്ണില്ല. എന്നാൽ ന്യൂനപക്ഷമായ വെള്ളക്കാരുടെ കയ്യിലാണ് ഭൂരിഭാഗം സ്ഥലങ്ങളും. ഇങ്ങനെ അനധികൃതമായി കൈയടക്കിയിരിക്കുന്ന മണ്ണ് തിരികെ പിടിച്ച് പൊതുജനോപയോഗത്തിന് ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ ലാൻഡ് നിയമം. ഈ നിയമം ജനങ്ങൾക്കിടയിൽ വിവേചനം സൃഷ്ടിക്കുമെന്നാണ് അമേരിക്കയുടെ നിരീക്ഷണം. ആഫ്രിക്കൻ വംശജനായ ഇലോൺ മസ്കും ഈ വിഷയം ചൂണ്ടിക്കാട്ടി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ രംഗത്ത് വന്നിരുന്നു. എന്നാൽ അമേരിക്കയുടെ വിരട്ടലിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് വലിയ കുലുക്കമൊന്നും ഉണ്ടായില്ല. കാരണം മറ്റൊന്നുമല്ല, ഏത് സാഹചര്യത്തിലും സഹായം വാഗ്ദാനം ചെയ്ത് ചൈന മറുവശത്തുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ സ്വാധീനം വളർത്താൻ ലക്ഷ്യമിടുന്ന ചൈനയ്ക്ക് അമേരിക്കയുടെ പുതിയ നിലപാട് സഹായകമാകും. നിലവിൽ ആഫ്രിക്കയും ചൈനയും തമ്മിൽ ശക്തമായ വ്യാപാര ബന്ധം നിലവിലുണ്ട്. മാത്രമല്ല, ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ആഫ്രിക്കയുടെ കരുത്താണ് ചൈന. ആഫ്രിക്കയ്ക്ക് സ്വന്തം സാറ്റലൈറ്റുകൾ നിർമ്മിക്കാൻ ചൈന കെയ്റോയിൽ സ്പേസ് ലാബ് തുറന്നു കഴിഞ്ഞു. ഇതിനുള്ള ഉപകരണങ്ങളെല്ലാം ബെയ്ജിങ്ങിൽ നിന്നാണ് എത്തുന്നത്. ഇങ്ങനെ ആഫ്രിക്കയെ സഹായിക്കുന്നതിലൂടെ രാജ്യത്തെ സ്പേസ് ഏജൻസികൾ ശേഖരിക്കുന്ന വിവരങ്ങൾ ചൈനയ്ക്കും ലഭ്യമാകും. കൂടാതെ ഭൂഖണ്ഡത്തിൽ വേരുറപ്പിക്കാനും സാധിക്കും. ഒരവസരം കാത്തിരുന്ന ചൈനയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുകയാണ് അമേരിക്കയുടെ നിലപാട്. അമേരിക്ക എതിരായതോടെ ചൈനയ്ക്ക് പുറമെ ബ്രിക്സ് രാജ്യമായ റഷ്യയോടും സൗത്ത് ആഫ്രിക്ക അടുക്കുകയാണ്. സംയുക്ത സൈനിക അഭ്യാസത്തിന് സൗത്ത് ആഫ്രിക്ക റഷ്യൻ യുദ്ധക്കപ്പലുകളെ ക്ഷണിച്ചു കഴിഞ്ഞു. അതേസമയം അമേരിക്കയുടെ നിലപാട് ബ്രിക്സ് രാജ്യങ്ങളെ ഒറ്റക്കെട്ടായി കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ നിരീക്ഷണം. കഴിഞ്ഞ ബ്രിക്സ് ഉച്ചകോടിയിൽ ഡോളറിന് ബദൽ വേണമെന്ന ആശയം ഉയർന്നിരുന്നു. ട്രംപ് രാജ്യങ്ങൾക്കെതിരെ നികുതി യുദ്ധം വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിൽ ബദൽ നീക്കങ്ങൾ വേഗത്തിലാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. ബന്ദികളെ മോചിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിൻവാങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇതുവരെ 21 പേരെയാണ് മോചിപ്പിച്ചത്. മറ്റുള്ളവരെ ശനിയാഴ്ചയ്ക്കകം മോചിപ്പിക്കണം. ഹമാസ് ധാരണകളിൽ നിന്ന് പിന്നോട്ട് പോകുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിനോട് സജ്ജമാകാൻ നിർദ്ദേശം നൽകിയതായി നെതന്യാഹു വ്യക്തമാക്കി.
ശനിയാഴ്ച നടക്കേണ്ട ബന്ദികളുടെ കൈമാറ്റം നീട്ടിവച്ചതായി ഹമാസ് അറിയിച്ചിരുന്നു. മറ്റു വാർത്തകളിലേക്ക് മടങ്ങിയെത്താം ഇടവേളയ്ക്ക് ശേഷം. ചാമ്പ്യൻസ് ട്രോഫി വാർത്തകളിലേക്ക്. ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്ന് ജസ്പ്രീത് ബുംറ പുറത്ത്. പരിക്ക് ഭേദമാകാത്തതിനാൽ ബുംറയ്ക്ക് നഷ്ടമാവുന്ന രണ്ടാം ICC പരമ്പരയാകും 2025 ചാമ്പ്യൻസ് ട്രോഫി. ഹർഷിത് റാണ പകരക്കാരനാവും. യശസ്വി ജയ്സ്വാളിന് പകരം വരുൺ ചക്രവർത്തി ടീമിൽ ഇടം നേടി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് MS ഹരികൃഷ്ണൻ. ഹരി, ഇന്നലെ ഏറെ വൈകിയാണ് നാടകീയമായി ജസ്പ്രീത് ബുംറ കളിക്കില്ല എന്നത് അറിയിക്കുന്നത്. അതിപ്പോൾ T20 മിസ് ചെയ്തു, ടെസ്റ്റ് മിസ് ചെയ്തു, ഇപ്പോൾ വൺ ഡേയും മിസ് ചെയ്യുകയാണ്. ഇത് ഇന്ത്യക്ക് എത്രമാത്രം തിരിച്ചടിയാണ്? ഇന്ത്യൻ ആരാധകർക്ക് എത്രത്തോളം വിഷമമുണ്ടാക്കുന്നതാണ് ഈ വാർത്ത? ഞെട്ടിപ്പിക്കുന്ന വാർത്ത എന്ന് പറയാൻ സാധിക്കില്ല, പക്ഷേ വളരെ വേദന ഉണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. കാരണം ഏറ്റവും അവസാന നിമിഷം വരെ BCCI ഹോൾഡ് ചെയ്തിരുന്ന ഒരു കാര്യം ജസ്പ്രീത് ബുംറയ്ക്ക് പരിക്കിൽ നിന്നും തിരിച്ചു വരാൻ സാധിക്കുമെന്നത് സംബന്ധിച്ചായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് രാത്രിയിലുടനീളം തന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ വളരെ ഞെട്ടലോടെ ഈ വാർത്ത കേട്ടതെന്ന് പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി തന്നെ ബാംഗ്ലൂരിലെ മെഡിക്കൽ സെന്ററിലേക്ക് അദ്ദേഹം പോവുകയും ചെയ്തു. ഫിസിയോതെറാപ്പിസ്റ്റുകൾ ഉൾപ്പെടെ പറഞ്ഞിരുന്നത് സാധ്യതയുണ്ട് എന്നുള്ളത് സംബന്ധിച്ചാണ്. അതായത് പരിക്കിൽ നിന്നും മുക്തനായിട്ടില്ല, പക്ഷേ ഞങ്ങളൊരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുകയാണെന്നുള്ളതാണ്. പക്ഷേ കോച്ച് അജിത് അഗാർക്കറിൻ്റെ ഒക്കെ തീരുമാനത്തിനനുസരിച്ച്, സെലക്ടർ അജിത് അഗർക്കറിനെയും കോച്ച് ഗംഭീറിനെയും തീരുമാനത്തിനനുസരിച്ചിരിക്കും കാര്യങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ വരികയാണെങ്കിൽ ബുംറ മാത്രമല്ല ടീമിൽ നിന്ന് മാറുന്നത്. ബുംറയുടെ മാറ്റം ഒരു വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ട്രോഫിയിൽ തന്നെ വളരെ നിർണായകമായ ഒരു കാര്യത്തിലേക്ക് മാറുകയും ചെയ്യും. പക്ഷേ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ടീം ലൈനപ്പ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിനെതിരായ ODI സീരീസിലാണ്. ഇന്ന് ഇംഗ്ലണ്ടിനെതിരായ മൂന്നാമത്തെ ODI മത്സരം, അതായത് സീരീസിലെ അവസാനത്തെ മത്സരം നടക്കുകയാണ്. അപ്പോൾ നമ്മൾ എടുത്തു നോക്കേണ്ടത് ഇതിനകത്ത് ബുംറ എന്ന് പറയുന്ന താരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡെഡ് ബോളിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നുള്ളത് തന്നെയാണ്. ഈ ബോളിംഗ് പേസ് അറ്റാക്കിൽ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കുന്തമുനയാകുന്ന ജസ്പ്രീത് ബുംറ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 മാറുമ്പോൾ അതെങ്ങനെയായിരിക്കാം പേസ് അറ്റാക്കിനെ ഇന്ത്യ നയിക്കുക എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ നിലനിൽക്കുകയാണ്. കാരണം പരിക്കിൽ നിന്ന് മുക്തനാവാത്ത മുഹമ്മദ് ഷമിയും അർഷ്ദീപ് സിംഗും ഹാർദിക് പാണ്ഡ്യയും മാത്രമാണ് പേസ് അറ്റാക്കിൽ ഇന്ത്യക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത്. പക്ഷേ 5 സ്പിന്നർമാരെയാണ് ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. ICC ചാമ്പ്യൻസ് ട്രോഫിയുടെ ചരിത്രത്തിൽ തന്നെ ഇന്ത്യ ആദ്യമായിട്ടാണ് 5 സ്പിന്നർമാരെയും കൊണ്ട് ദുബായിലേക്ക് ഇറങ്ങുന്നത് എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടിയാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം വന്ന ടീമിലെ മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വരുൺ ചക്രവർത്തിയുടെ ഇൻക്ലൂഷനാണ്. വരുൺ ചക്രവർത്തി വരുമ്പോൾ മിസ്റ്ററി സ്പിന്നർ എന്നൊരു ഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 സ്പിന്നർമാരുടെ കൂട്ടത്തിലേക്ക് വരുൺ ചക്രവർത്തി ഇടം നേടുന്നു. മിസ്റ്ററി സ്പിന്നറുടെ കൂട്ടത്തിൽ വരുൺ ചക്രവർത്തി വരുമ്പോൾ എങ്ങനെയായിരിക്കാം മാറ്റങ്ങൾ? പ്രത്യേകിച്ച് ദുബായ് പിച്ചിൽ IL T20 കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് ദുബായിൽ കണ്ടീഷൻസ് സ്പിന്നേഴ്സിന് ഫേവറബിളായി മാറുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ടീം ലൈനപ്പ് എടുത്ത് നോക്കുമ്പോൾ ഹർഷിത് റാണ പകരക്കാരനായി ബുംറയ്ക്ക് പകരം വരുന്നു. ഹർഷിത് റാണ ഈ ODI സീരീസിൽ, ഇംഗ്ലണ്ടിനെതിരെ ODI സീരീസിൽ എക്കണോമിക്കൽ അല്ല എന്നുണ്ടെങ്കിൽ പോലും വിക്കറ്റ് വേട്ടയിൽ മുന്നിലാണ് ഹർഷിത് റാണ. പക്ഷേ എക്കണോമിക്കൽ അല്ല എന്നുള്ളത് എടുത്തു പറയണം. ഇംഗ്ലണ്ടിനെതിരായ ODI സീരീസ് പോലെ ചാമ്പ്യൻസ് ട്രോഫി കാണാൻ സാധിക്കില്ല. 3 എതിരാളികൾ ഗ്രൂപ്പ് സ്റ്റേജിൽ ന്യൂസിലൻഡ്, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ മൂവർക്കുമെതിരെ ദുബായിൽ നടക്കുന്നു. ഈ 3 ടീമുകൾക്കെതിരെ ഹർഷിത് റാണയ്ക്ക് ഒരു തരത്തിലും എക്സ്പീരിയൻസ് ഇല്ല. ഹർഷിത് റാണ ODIയിൽ തന്നെ പുതിയ ക്യാപ്പാണ്. മാത്രമല്ല യശസ്വി ജയ്സ്വാളിനെ പുറത്താക്കി എന്നുള്ളതാണ്. ODI സീരീസിൽ ആദ്യത്തെ ODIയിൽ മാത്രം ജയ്സ്വാൾ കളിച്ചു. വിരാട് കോഹ്ലി ടീമിലേക്ക് വന്നതിന് ശേഷം ജയ്സ്വാളിനെ ടീമിൽ നിന്നും പുറത്താക്കപ്പെടുന്നു. അത് തന്നെ ചാമ്പ്യൻസ് ട്രോഫിയിലും സംഭവിക്കുന്നു. റിസർവ് പ്ലെയറായിട്ട് യശസ്വി ജയ്സ്വാൾ മാറുന്ന ഒരു കാഴ്ചയിലേക്കും കൂടെ കാര്യങ്ങൾ മാറുകയാണ്. അപ്പോൾ ആകെ കൂടെ അവതാളത്തിലായിരിക്കുകയാണ് എന്നുള്ളത് എടുത്ത് പറയേണ്ടതാണ്. കാരണം ബാറ്റിംഗ് ഓർഡറിൽ പ്രത്യേകിച്ച് ശ്രേയസ് അയ്യറും വിരാട് കോഹ്ലിയും മിഡിൽ ഓർഡേഴ്സിൽ മാറെങ്കിൽ പോലും വിരാട് കോഹ്ലിയുടെ ഫോം ഇല്ലായ്മ വളരെ ഗുരുതരമായി തന്നെ നിൽക്കുകയാണ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ മത്സരത്തിൽ 119 റൺസ് നേടി രോഹിത് ശർമ്മ ഫോമിലേക്ക് തിരിച്ചു വരുന്ന ഒരു സൂചന ലഭിച്ചെങ്കിൽ പോലും ഇന്നത്തെ ODI മത്സരം വളരെ നിർണായകമാണ്. രോഹിത്തിനെ സംബന്ധിച്ചിടത്തോളം ഫോം തുടരുക അത് വളരെ പ്രസക്തമാണ്. കാരണം ഈ ഒരു മത്സരം മാത്രമാണ് ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായി നടക്കുന്ന അവസാന ഏകദിന മത്സരം. ഒരാഴ്ചയും കൂടി കഴിയുമ്പോഴേക്കും ചാമ്പ്യൻസ് ട്രോഫി തുടരുകയാണ്. ബുംറയുടെ മാറ്റം, ബുംറ ഇല്ലാത്തത് ടീമിനെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ അതിൽ നിന്നും എങ്ങനെ കരകയറാൻ സാധിക്കും? ഹർഷിത് റാണയും മുഹമ്മദ് ഷമിയെയും അർഷദീപിനെയും
നയിക്കുന്ന പേസ് അറ്റാക്ക് വെച്ച് എങ്ങനെയായിരിക്കാം ദുബായിലെ കണ്ടീഷൻസിൽ ഇന്ത്യക്ക് അനുകൂലമായി മാറ്റിയെടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു വളരെ പ്രസക്തമായ ചോദ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് 5 സ്പിന്നർമാരെയും കൊണ്ട് ഇന്ത്യ ഇത്തവണ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇറങ്ങുന്നത്. ആ തീരുമാനം എത്രമാത്രമാണ്, കാരണം അത് വളരെ വിമർശനാത്മകമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് ക്ലിക്കായില്ലെങ്കിൽ അത് കോച്ചായ ഗംഭീറിനെ പോലും അങ്ങേയറ്റം പ്രതികൂലമായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യും. അതുകൊണ്ട് ഈ ചാമ്പ്യൻസ് ട്രോഫി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം സീനിയർ താരങ്ങളായ രോഹിത്തിനും വിരാത്തിനും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൂർണമെന്റും കൂടിയാണ്. കാരണം ബോർഡർ ഗവാസ്കറിൽ ഇരുവരുടെയും ഫോം ഇല്ലായ്മ വളരെ തിരിച്ചടിയായി ഇന്ത്യക്ക് മാറി. ചാമ്പ്യൻസ് ട്രോഫിയിൽ അത് മാറ്റരുത് എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യം കൂടെ നിലനിൽക്കുകയും ചെയ്യുമ്പോഴാണ്. മാത്രമല്ല വിക്കറ്റ് കീപ്പേഴ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ പന്ത് അല്ലെങ്കിൽ രാഹുൽ എന്നുള്ളൊരു വലിയ ചോദ്യം നിലനിൽക്കുകയാണ്. പക്ഷേ രാഹുലിലേക്ക് തന്നെയാണ് മുൻപന്തിയിലേക്ക് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റ് ഹാൻഡേഴ്സിന്റെ ഏറ്റവും കൂടുതൽ ജയ്സ്വാളും ടീമിൽ നിന്ന് പുറത്താവുകയാണെങ്കിൽ ടോപ്പ് ഓർഡറിലുള്ള എല്ലാം റൈറ്റ് ഹാൻഡേഴ്സായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഓഫ് സ്പിന്നേഴ്സ് കളിക്കാനുള്ളത് ഇപ്പോൾ പാകിസ്ഥാനിലായിക്കോട്ടെ, ബംഗ്ലാദേശ്, ന്യൂസിലൻഡ് 3 ടീമിലെയും പ്രധാനപ്പെട്ട ഓഫ് സ്പിന്നേഴ്സ് നിലവിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ റൈറ്റ് ഹാൻഡേഴ്സിനെ വെച്ച് മാത്രം ഒരു ടോപ്പ് ഓർഡർ ഇന്ത്യൻ ടീം ഇറക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രതിസന്ധി ടോപ്പ് ഓർഡറിലും ഇന്ത്യൻ നിരയിൽ ഉണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ബൗളിംഗ് നിരയിലും വരുന്നത്. 5 സ്പിന്നർമാരും 3 പേസ് അറ്റാക്കിലും അതിൽ ബുംറയില്ല. അതൊരു വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. വലിയ തിരിച്ചടി, കനത്ത തിരിച്ചടി തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നിലനിൽക്കുന്നത് എന്നുള്ളത് യാതൊരു തർക്കവുമില്ല. ഒരാഴ്ച മാത്രം ശേഷിക്കെ വിരാട് കോഹ്ലിക്ക് ഇന്നത്തെ ഓഡിഐ മത്സരം, ഇന്ന് ഇംഗ്ലണ്ടിനെതിരെ നടക്കുന്ന ഓഡിഐ മത്സരം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. വിരാട്ടിന് മാത്രമല്ല, രോഹിത്തിന് ഉൾപ്പെടെ. മാത്രമല്ല ടീമിൽ അവസാന വട്ടത്തിൽ നിലയുറപ്പിക്കുക. ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ മത്സരം 20-ാം തീയതിയാണ് ഇന്ത്യയുടെ മത്സരം നടക്കുന്നത്. ഇന്ത്യയുടെ മത്സരം ബംഗ്ലാദേശിനെതിരെയാണ്. ആ മത്സരത്തിൽ ആദ്യത്തെ മത്സരത്തിൽ തന്നെ സ്ഥാനം ഉറപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്നത്തെ മത്സരത്തിൽ എല്ലാവരും കച്ച കെട്ടി ഇറങ്ങുന്നത്. ആ 11 അംഗ സ്ക്വാഡിലേക്ക് വരാനുള്ള എല്ലാ വിധത്തിലുമുള്ള മാക്സിമം പൊട്ടൻഷ്യൽ ഇറക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മത്സരത്തിൽ കൊണ്ട് ഈ താരങ്ങൾ എല്ലാവരും ഉദ്ദേശിക്കുന്നത്. പ്ലേയിങ് ലെവലിൽ എത്തുക എന്നത് മാത്രമല്ല, അതിൽ പെർഫോം ചെയ്തുകൊണ്ട് ചാമ്പ്യൻസ് ട്രോഫിയുടെ തുടക്കത്തിൽ ഇന്ത്യയുടെ ഇനോഗ്രൽ മത്സരത്തിൽ ടീമിൽ ഇടം നേടുക എന്നുള്ളത് തന്നെയാണ് ഈ സ്ക്വാഡ് ലൈനിലുള്ളവരെല്ലാവരുടെയും പ്രധാനപ്പെട്ട ചിന്ത. അതിൽ പറയേണ്ടതാണ് ബുംറയുടെ എക്സ്ക്ലൂഷൻ. അത് ഒരു തരത്തിലും ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഞെട്ടലുണ്ടാക്കുന്ന കാര്യം മാത്രമല്ല മുഹമ്മദ് സിറാജിനെ എന്തുകൊണ്ട് ടീമിൽ എടുത്തില്ല എന്നൊരു വലിയ പ്രസക്തമായ ചോദ്യം നിലനിൽക്കുകയാണ്. സിറാജിനെ എന്തുകൊണ്ട് അവഗണിക്കുന്നു? ഇപ്പോൾ മുഹമ്മദ് ഷമിക്ക് പരിക്കിൽ നിന്നും മുക്തനാവാതെ 135 km/h പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് കഴിഞ്ഞ ഓഡിഐ മത്സരത്തിൽ നമ്മൾ കണ്ടത്. ആ ഒരു 135 എന്ന സ്പീഡ്, ഹാർദിക് പാണ്ഡ്യ ക്ലിക്ക് ചെയ്യുന്ന സ്പീഡ് വെച്ച് മുഹമ്മദ് ഷമി എന്ന റൈറ്റ് ആം പേസ് ബോളറിന് നമുക്ക് അളക്കാൻ സാധിക്കില്ല. ആ പരിക്ക് ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയും ചെയ്യുന്നു. അപ്പോഴാണ് സിറാജിന്റെ ഒരു അഭാവം, സിറാജിനെ ടീമിൽ എടുക്കുന്നതിൽ ഒരു ചോദ്യം കൂടെ നിലനിൽക്കുന്നത്. എന്തായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. എങ്ങനെയായിരിക്കാം ടൂർണമെന്റ് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ശ്രീജ, തീർച്ചയായും ജസ്പ്രീത് ബുംറ ഇല്ലാത്തത് മാത്രമല്ല വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ അതിജീവിക്കാൻ ഇപ്പോഴത്തെ ഈ ടീം സെറ്റിംഗ് കൊണ്ട് കഴിയുമോ എന്നത് അത് കോച്ച് ഉൾപ്പെടെ എല്ലാവർക്കും നിർണായകമായിരിക്കും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി ഈ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇന്ന് ഇത് സംഭവിക്കും. വയനാട്ടിൽ ഫാർമേഴ്സ് റിലീഫ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് ഹർത്താൽ നടക്കുകയാണ്. നൂൽപ്പുഴയിലെ കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ചാണ് ഹർത്താൽ. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഹർത്താലിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. രാവിലെ 6 തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 വരെ തുടരും. കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് വിളിച്ച യോഗം ഇന്ന്. വകുപ്പിലെ എല്ലാ വിഭാഗം മേധാവികളും പങ്കെടുക്കും. തിരുവനന്തപുരത്തെ വനം വകുപ്പ് ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം. സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ചയ്ക്ക് ഇന്ന് ധനമന്ത്രി നിയമസഭയിൽ മറുപടി നൽകും. പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കും. സ്വകാര്യ സർവകലാശാല ബിൽ അവതരണത്തിലും ഇന്ന് തീരുമാനമുണ്ടാകും. ഡോക്ടർ വന്ദന ദാസിന്റെ കൊലപാതക കേസിൽ വിചാരണ നടപടികൾ ഇന്ന് തുടങ്ങും. കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ നടപടികൾ തുടങ്ങുന്നത്. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങൾ ഇല്ലെന്ന റിപ്പോർട്ടിന് പിന്നാലെ. കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ സംസ്കാരം ഇന്ന്. ഇടപ്പള്ളി സെയിന്റ് ജോർജ് ഫൊറോന ദേവാലയത്തിൽ രാവിലെ 11 മണിക്കാണ് സംസ്കാരം. തൊഴിൽ സ്ഥലത്തെ പീഡനം മൂലമാണ് ജോളിയുടെ മരണമെന്ന ആരോപണം ശക്തമാക്കി കുടുംബം. 50,000 മുൻഗണനാ റേഷൻ കാർഡുകളുടെ സംസ്ഥാനതല വിതരണോദ്ഘാടനം ഇന്ന് നടക്കും. വൈകിട്ട് 4:30-ക്ക് തിരുവനന്തപുരത്ത് ഗവൺമെന്റ് വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിക്കും.
സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സോഫി തോമസിന് ഇന്ന് ഫുൾ കോർട്ട് റെഫറൻസിൽ യാത്രയയപ്പ് നൽകും. 2021 ഒക്ടോബറിലാണ് ഹൈക്കോടതി ജഡ്ജിയായി ജസ്റ്റിസ് സോഫി നിയമിതയായത്. കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ രജിസ്ട്രാർ ജനറലായിരുന്നു ജസ്റ്റിസ് സോഫി തോമസ്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാകും. ഗതാഗത തടസ്സമുണ്ടാക്കി പാർട്ടി സമ്മേളനങ്ങളും പരിപാടികളും നടത്തിയതുമായി ബന്ധപ്പെട്ട കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഹാജരാകുന്നത്. ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിനു മുന്നിൽ വൈകിട്ട് 4-നാണ് MV ഗോവിന്ദൻ ഹാജരാകുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അമേരിക്കയിലെത്തും. ഇന്നും നാളെയും മോദിയുടെ അമേരിക്കൻ സന്ദർശനം തുടരും. വൈറ്റ് ഹൌസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്തും. നികുതി, കുടിയേറ്റം തുടങ്ങിയ വിഷയങ്ങളിൽ നിർണായക ചർച്ചകളുണ്ടാകും. മഹാകുംഭമേളയിൽ ഇന്ന് മാഘപൂർണിമ. ത്രിവേണി സംഗമത്തിൽ സ്നാനത്തിന് ഇന്ന് തിരക്കേറും. തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒരുക്കിയ ഉത്തർപ്രദേശ് സർക്കാർ. മഹാകുംഭമേള അവസാനിക്കാൻ ഇനി 2 ആഴ്ച കൂടി. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യോമ പ്രതിരോധ പ്രദർശനമായ എയ്റോ ഇന്ത്യ ഷോ ഇന്നും തുടരും. ബംഗളൂരു യലഹങ്ക വിമാനത്താവളത്തിലാണ് ഷോ നടക്കുന്നത്. പോർ വിമാനങ്ങളുടെ വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങൾ ഇന്നും ഉണ്ടാകും. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയിലെ 3ാമത്തെയും അവസാനത്തെയും മത്സരം ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് 1:30 മത്സരം ആരംഭിക്കും. ആദ്യ 2 കളിയും ജയിച്ച ഇന്ത്യ 2020 പിന്നാലെ ഏകദിന പരമ്പരയും സ്വന്തമാക്കി കഴിഞ്ഞു. ഇതൊക്കെയാണ് ഈ ദിവസം നടക്കാനിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ഇനി നമ്മൾ പോകുന്ന ഈ ദിവസം നടക്കുന്ന ചില സ്പെഷ്യൽ കാര്യങ്ങളിലേക്കാണ്. സ്പെഷ്യൽ ഡേ വിഷസ്. ഇന്ന് ആർക്കൊക്കെയാണ് നമുക്ക് ആശംസ അർപ്പിക്കാനുള്ളത് നോക്കാം. 4ാം പിറന്നാൾ ആഘോഷിക്കുന്ന നിരഞ്ജൻ എന്ന അല്ലുമോന് ആശംസകൾ നേരുന്നത് അച്ഛൻ കൃഷ്ണകുമാർ, അമ്മ മോനു, മഞ്ജു അമ്മ, നൂനു, ചാച്ചു, ദീഷ്, മായമ്മൂമ്മ, മുത്തിയമ്മൂമ്മ, അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും നിരഞ്ജന് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. ഞങ്ങളുടെ വകയും ബർത്ത്ഡേ വിഷസ്. ഇടുക്കി പശുപ്പാറയിലെ ടോമിക്കും സുജയ്ക്കും ഇന്ന് 29ാം വിവാഹ വാർഷികമാണ്. ന്യൂസ് 18 കേരളം ഓപ്പറേഷൻ വിഭാഗത്തിലെ ഞങ്ങളുടെ സഹപ്രവർത്തകനായ ടിനുവിന്റെ മാതാപിതാക്കളാണ് ആശംസകൾ. ഇനി ജാഗ്രത. കയർ ബോർഡിലെ ഉദ്യോഗസ്ഥയായിരുന്ന ജോളി മധുവിനെ മേലുദ്യോഗസ്ഥർ നിരന്തര മാനസിക പീഡനത്തിന് ഇരയാക്കിയിരുന്നു എന്ന കുടുംബത്തിന്റെ ആരോപണം ശരിയാണെന്ന് വ്യക്തമാക്കുന്ന കൂടുതൽ തെളിവുകൾ പുറത്ത്. ക്യാൻസർ അതിജീവിതയായ ജോളിയെ ചട്ടവിരുദ്ധമായാണ് ട്രാൻസ്ഫർ ചെയ്തതെന്ന് കയർ ബോർഡ് മുൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. അതേസമയം കയർ ബോർഡിലെ 4 പേർക്കെതിരെ കുടുംബം ചീഫ് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജോളിയുടെ സംസ്കാരം ഇതിനിടെ ഇന്ന് നടക്കും. 2024 ഓഗസ്റ്റ് മാസം 19-നാണ് ആന്ധ്രാപ്രദേശിലെ രാജമണ്ഡ്രിയിലേക്കുള്ള സ്ഥലമാറ്റ ഉത്തരവ് ജോളിക്ക് കിട്ടുന്നത്. തുടർന്ന് സ്ഥലമാറ്റത്തിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ച് ജോളി അപേക്ഷ നൽകി. ക്യാൻസർ അതിജീവിതയാണെന്നും 2016 മുതൽ ചികിത്സയിലാണെന്നും ആജീവനാന്തം ചികിത്സ വേണമെന്നും സാക്ഷ്യപ്പെടുത്തിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതമായിരുന്നു അപേക്ഷ. മെഡിക്കൽ ലീവിനും അപേക്ഷിച്ചിരുന്നു. എന്നാൽ ഈ അപേക്ഷ പരിഗണിക്കപ്പെട്ടില്ല. ക്യാൻസറോ ഹൃദ്രോഗമോ പോലെയുള്ള രോഗങ്ങളുള്ളവരെ സ്ഥലം മാറ്റരുതെന്നാണ് കയർ ബോർഡിന്റെ ബൈലോ അനുശാസിക്കുന്നത്. 31-ാം തീയതി ഉച്ചയ്ക്കാണ് ജോളിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കി. അന്ന് രാത്രിയാണ് ഇത് അഡ്മിറ്റ് ചെയ്തത്. അവർക്ക് ബുദ്ധിമുട്ടാകും, പ്രശ്നമാകും എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് അവർ ഈ പറഞ്ഞ ഫയലുകളെല്ലാം പുട്ടപ്പ് ചെയ്യുകയും രാത്രി ശമ്പളം കൊടുക്കാൻ ഓർഡർ ഇടുകയും പിറ്റേ ദിവസം ശമ്പളം കൊടുക്കുകയും ട്രാൻസ്ഫർ ക്യാൻസൽ ചെയ്യുകയും ലീവ് റെഗുലൈസ് ചെയ്യുകയും എല്ലാം ചെയ്തത്. ഇനിയെങ്കിലും ഫ്യൂച്ചറിൽ കയറുമ്പോൾ ഒരു എംപ്ലോയിക്കും ഇങ്ങനെ വരരുതെന്നുള്ളതാണ് ജോളിയുടെ മെസ്സേജ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. കയർ ബോർഡിലെ ജീവനക്കാർക്ക് ഇനിയെങ്കിലും ഇത്തരം ദുരനുഭവം ഉണ്ടാകാതിരിക്കാനാണ് താൻ തുറന്നു പറയുന്നതെന്നും ജോസഫ് പറയുന്നു. സെപ്റ്റംബർ 14 മുതൽ ജോളിയുടെ ശമ്പളവും തടഞ്ഞുവെച്ചു. ജോളിയെ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചപ്പോഴാണ് തടഞ്ഞുവെച്ചിരിക്കുന്ന 5 മാസത്തെ ശമ്പളം നൽകിയത്. തനിക്ക് ചെയർമാനോട് സംസാരിക്കാനുള്ള ധൈര്യമില്ലെന്നും
തനിക്കെതിരെയുള്ള നടപടി ജോലിസ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന പീഡനത്തിന് ഉദാഹരണമാണെന്നും ജോളി എഴുതി വെച്ചിരുന്നു. ആ കത്ത് അപൂർണമാണ്. ഈ സാഹചര്യം തന്റെ ആരോഗ്യത്തിനും ജീവനും ഭീഷണിയാണെന്നും ജോളി കത്തിൽ പറയുന്നു. കടുത്ത മാനസിക പീഡനങ്ങളാണ് ജോളി അനുഭവിച്ചതെന്നും നിരവധി പരാതികൾ നൽകിയിട്ടും പരിഹാരമുണ്ടായില്ലെന്നും സഹോദരൻ MP മൈക്കിൾ. അതും തീർച്ചയായിട്ടും മെൻ്റൽ സ്ട്രെസ് കൊണ്ടാണ് ജോളിമതി മരിച്ചത്. ഞങ്ങൾക്കൊരു സംശയമില്ല. അപ്പോൾ എങ്ങനെയാണിത് കോസ് ചെയ്തത് എന്നുള്ളതിൻ്റെ ആണ് ഞങ്ങൾക്ക് വളരെ സംശയമായിട്ട് തോന്നിയത്. ഞങ്ങളുടെ ഇടയ്ക്ക് പറയും ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്ഥലമാണ്. ഒരു സമയത്ത് പറഞ്ഞു എനിക്ക് പെട്ടെന്ന് തന്നെ രാജമുദ്രയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തെന്ന് പറഞ്ഞു. ഈ ട്രാൻസ്ഫർ ഓർഡർ വിത്ഡ്രോ ചെയ്യുന്നില്ല, മാസങ്ങളായി. അതിൻ്റെ ഇടയ്ക്ക് ഇവർ പോയി ശമ്പളം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശമ്പളമില്ലാതെയാണ് ജോലിമതി കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കൊയർ ബോർഡ് ചെയർമാൻ വിപുൽ ഗോയൽ, മുൻ സെക്രട്ടറി ജിതേന്ദ്ര ശുക്ല, പ്രസാദ് കുമാർ, അബ്രഹാം CU എന്നിവർക്കെതിരെയാണ് പരാതി. അതേസമയം ജോളി മധു മരിച്ച സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര മന്ത്രാലയം ഉത്തരവിട്ടു. ഇതിനായി MSME 3-അംഗ അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. നവംബറിൽ കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്തലജെ കേരളത്തിലെത്തിയപ്പോൾ ജോളി പരാതിയുമായി മന്ത്രിയെ കണ്ടിരുന്നെങ്കിലും പരിഹാരമുണ്ടായിരുന്നില്ല. ന്യൂസ് 18 കൊച്ചി. കയർ ബോർഡ് ജീവനക്കാരിയായിരുന്ന ജോളി മധു ജോളിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കും മുൻപ് എഴുതിയ കത്ത് പുറത്തു വന്നിരിക്കുന്നു. തൊഴിലിടത്തിൽ മാനസിക പീഡനം നേരിടേണ്ടി വന്നു. സ്ത്രീകൾക്ക് നേരെയുള്ള ഉപദ്രവം കൂടിയാണിതെന്നും ജോളി കത്തിൽ പറയുന്നുണ്ട്. ചെയർമാനോട് സംസാരിക്കാൻ ധൈര്യമില്ലെന്ന് കത്തിൽ ജോളി പറയുന്നു. ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോഴാണ് തലച്ചോറിലെ രക്തസ്രാവത്തെ തുടർന്ന് ജോളി ബോധരഹിതയാവുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ഡാനി, തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാവുന്നത് സമ്മർദ്ദം കൂടുമ്പോഴാണ്, പൊതുവെ അങ്ങനെയാണ് പറയാറുള്ളത്. ആ രീതിയിലുള്ളൊരു സമ്മർദ്ദം അവർ അനുഭവിച്ചിരുന്നു. ഈ കത്ത് എഴുതി പൂർത്തിയാക്കാൻ പറ്റാത്തൊരു കത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കത്തിലും അവർ പറയുന്നത് അവർക്ക് നേരിട്ട മാനസിക പ്രയാസങ്ങളെക്കുറിച്ചാണ്. അതായത് കുടുംബവും അവരും ഉന്നയിച്ചതുപോലെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ തൊഴിലിടത്തെ നിരന്തരമായ പീഡനങ്ങളുമാണ് അങ്ങനെ ഒരു രോഗാവസ്ഥയിലേക്കും തുടർന്ന് മരണത്തിലേക്കും ജോളി എത്തിച്ചത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ശ്രീജ, അത് തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മൾ ഈ ആ കത്തിൻ്റെ വളരെ കുറച്ച് വരികളേ ഉള്ളൂ. അതിലൂടെ പോകുമ്പോഴെല്ലാം നമുക്ക് വളരെ നേർചിത്രമാണ്. ഒരു അവസാന മൊഴി എന്നെല്ലാം തന്നെ പറയുന്നത് പോലെ തന്നെ, ഒരു ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് പോലെ തന്നെയാണ് അപൂർണമായി അവസാനിക്കുന്ന ആ വരികളും ആ കത്തും. ഇതെല്ലാം അതിനിടയിലാണ് ഇത് കത്ത് പൂർത്തിയാക്കാൻ കഴിയാതെയാണ് അവരവിടെ കുഴഞ്ഞു വീഴുന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ആ കത്തിൻ്റെ ഒരു ഫോട്ടോയാണത്. ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് തനിക്ക് ചെയർമാനോട്, മേലുദ്യോഗസ്ഥരോട് സംസാരിക്കാൻ ഭയമാണ് എന്ന ആ കത്തിൽ അവർ കുറിച്ചിട്ടുണ്ട്. ഇത് തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പീഡനം, അതിൻ്റെ ഒരു അനുഭവത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്ന് അവർ പറയുന്നു. വളരെ ചുരുക്കം വരികളിൽ അവർ വ്യക്തമാക്കുന്നത് താൻ എത്രമാത്രം സംഘർഷം അവിടെ അനുഭവിച്ചിരുന്നു, എത്രമാത്രം പീഡനങ്ങളിലൂടെ, മാനസിക പീഡനങ്ങളിലൂടെയാണ് താൻ കടന്നു പോയത്, എന്തൊരവസ്ഥയായിരുന്നു ആ ഓഫീസിനകത്ത് എന്നെല്ലാം തന്നെ ചുരുങ്ങിയ വരികളിലൂടെ അവർ അത് പറഞ്ഞു വെക്കുന്നു. അപൂർണമാണ് ആ വരികളെങ്കിലും അതിലുള്ള ആശയങ്ങൾ പൂർണ്ണമാണ്. എത്രമാത്രം അവിടെ ദുരവസ്ഥ അവർ നേരിട്ടിരുന്നു എന്നത്, മാനസിക പീഡനങ്ങൾ അവർ അനുഭവിച്ചിരുന്നു എന്നൊക്കെ വളരെ വ്യക്തമാക്കുന്ന രീതിയിലുള്ളതാണ് ആ വരികളും കത്തുമെല്ലാം തന്നെ. എന്തായാലും ഇത് സംബന്ധിയായ കാര്യത്തിന് MSME അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. 3-അംഗ ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഒരു അന്വേഷണമാണ് അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ കുടുംബം ആവശ്യപ്പെടുന്നു അങ്ങനെ ഒരു അന്വേഷണം കൊണ്ട് കാര്യമില്ല, കാരണം ഉദ്യോഗസ്ഥ തലത്തിലുള്ള അന്വേഷണമാണ്. ഇപ്പോൾ നമുക്ക് ഈ കത്തിൽ ആ വരികളിലെല്ലാം തന്നെ വ്യക്തമാക്കുന്നത് ചെയർമാൻ അടക്കമുള്ളവർക്കെല്ലാം എതിരെ തന്നെയാണ് അവരുടെ ഒരു പോരാട്ടമുണ്ടായിരുന്നതെന്നാണ്. അവർക്കെതിരെയാണ് ഇവർക്ക് പറയുവാനുണ്ടായതും. അത് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ 3-അംഗ ഉദ്യോഗസ്ഥ സംഘത്തിൻ്റെ തെളിവെടുപ്പിന് അടക്കം ചെയ്യേണ്ടതെല്ലാം അവർക്കെതിരെയാണ്. പക്ഷേ അതെത്രമാത്രം സാധ്യമാകുമെന്ന് കുടുംബത്തിൻ്റെ ചോദ്യത്തിന് വളരെ പ്രസക്തിയുണ്ട്. കാരണം ഇങ്ങനെ ഒരു അന്വേഷണ സംഘത്തിന് മേലുദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിക്ക് ശുപാർശ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നത് വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഇനി ഒരു സ്വതന്ത്രമായ ഒരു സമിതിക്കാണ്
നൽകേണ്ടതെന്ന് അവർ പറയുന്നു. അവർക്ക് മാത്രമേ ഇക്കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ അതിനെ ആ രീതിയിലാണ് അവർ കാണുന്നതെങ്കിൽ അതിൽ സ്വതന്ത്രമായ ഒരു അന്വേഷണ സംഘത്തെയാണ് നിയോഗിക്കേണ്ടത്, സമിതിയാണ് നിയോഗിക്കേണ്ടത് എന്നവർ പറയുന്നു. പുറമേ നിന്നുള്ളൊരു കയർ ബോർഡിനും പുറമേ നിന്നുള്ളൊരു സംഘമായിരിക്കണം, അല്ലെങ്കിൽ മന്ത്രാലയത്തിന് പുറമേ നിന്നുള്ളൊരു സംഘമായിരിക്കണം ഇത് അന്വേഷിക്കണം. അവർക്ക് സ്വതന്ത്ര അധികാരങ്ങളില്ലെങ്കിൽ ഒരു നടപടിക്കും ശുപാർശ ചെയ്യാൻ പോലും കഴിയുകയില്ല എന്ന് കുടുംബം പറയുന്നുണ്ട്. എന്തായാലും ഇതിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ചുണ്ടായിരുന്നു. ഇന്ന് ഇടതുപക്ഷ സംഘടനകളുടെ മാർച്ച് ഇവിടേക്ക് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇത് പ്രതിഷേധത്തിൻ്റെ ഒരു നിലമായിട്ടത് മാറിയിട്ടുണ്ട്. കാരണം പ്രതിഷേധിക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ് കയർ ബോർഡിനകത്തുണ്ടായിരുന്നത്. ഒരു ക്യാൻസർ അതിജീവിത അവരെയാണ് ഈ രീതിയിലുള്ളൊരു മാനസിക സംഘർഷങ്ങളിലേക്ക് തള്ളിവിട്ടത്. അതും ഓഫീസിനകത്തുണ്ടായിരുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് അവർക്ക് ഈ പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നത്. അവരുടെ രോഗാവസ്ഥ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും ആ ബൈലോ ലംഘിച്ചാണ് ആ സ്ഥലം മാറ്റം പോലും നടപ്പാക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ കൃത്യമായൊരു നടപടി വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുകയാണ്. ഇന്നാണ് ജോളി മധുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫറോന പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. വലിയ രീതിയിലുള്ള കുടുംബത്തിൻ്റെ ഒരു മാനസിക സംഘർഷത്തിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. കാരണം അവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് ഓഫീസിനകത്തുണ്ടായിരുന്ന ഇത്തരം മാനസിക സംഘർഷങ്ങളുടെ പേരിൽ ഒരു അനീതിയെ എതിർത്തതിൻ്റെ പേരിലാണ് ഇത് അത്രയും സംഭവിച്ചിരിക്കുന്നത് എന്നതാണ്. ശ്രീജ, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. കോട്ടയത്ത് നഴ്സിംഗ് സ്കൂളിൽ വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത സംഭവത്തിൽ നടപടി. 3-ാം വർഷ വിദ്യാർത്ഥികളായ 5 പേരെ സസ്പെൻഡ് ചെയ്തു. 5 പേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി. ശ്രീജിത്ത്, റാഗിംഗ് എന്ന പേരിൽ അതിക്രൂരമായ പീഡനം, അതും മാസങ്ങളായി തുടരുന്ന പീഡനം, ഇത് ഇത്രയും വൈകിയത് എന്താണ് ഈ സംഭവങ്ങൾ പുറത്തെത്താൻ? കുട്ടികൾ പരാതി നൽകിയില്ല. കുട്ടികൾ ആരോടും അങ്ങനെ ഒരു വലിയ പ്രശ്നമായി, അതായത് ഒരു പരാതിയായി നൽകിയില്ല എന്നുള്ളതാണ്. അവർ പരമാവധി സഹിച്ചു. സാധാരണ പല കോളേജുകളിലും ഈ റാഗിംഗ് എന്നുള്ള പേരിലൊക്കെ നടക്കുന്നുണ്ട്. പല കുട്ടികളും പക്ഷേ ഇത് സഹിച്ചുകൊണ്ട് അങ്ങ് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണുള്ളത്. പക്ഷേ ഇത് സഹിക്കാനാകുന്നതിനൊക്കെ അപ്പുറമായിരുന്നു. പ്രത്യേകിച്ച് ശരീരത്തെ മുറിവുകൾ ഉണ്ടാക്കുക, അവിടെ ലോഷൻ പുരട്ടി മുറിവുണ്ടാകുമ്പോൾ തന്നെ ആ വേദന ഇവർക്കുണ്ടാകുന്നത് കണ്ടു രസിക്കുക, അതിനുശേഷം കരഞ്ഞാൽ വായിൽ മറ്റേ ക്രീമുകൾ തേക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള പീഡനങ്ങൾ. ഈ ഡംബൽ പോലെയുള്ള ഉപകരണങ്ങൾ അത് ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കുക, ഇങ്ങനെ ക്രൂരമായ രീതിയിലുള്ള ഒരു ലൈംഗിക വൈകൃതം കൂടി ഉൾപ്പെടുന്ന ഒരു പീഡനം ആണ് നടന്നത്. ഇതാണ് ഒടുവിൽ പ്രിൻസിപ്പലിൻ്റെ മുന്നിലെത്തുകയും ഒടുവിൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ പരാതിയായി നൽകുകയും ചെയ്തത്. ഇന്നലെ ഈ 3 കുട്ടികളുടെ മൊഴി രേഖപ്പെടുത്തി. അതിനുശേഷമാണ് ഈ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ 5 പേരും ഇപ്പോൾ ഈ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലുണ്ട്. 3-ാം വർഷ വിദ്യാർത്ഥികളായ വിവേക്, റിജിജിത്ത്, രാഹുൽ രാജ്, ഒപ്പം തന്നെ ജീവൻ, സാമുവൽ ജോൺ, ഇത്രയും പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ രാവിലെ 11 മണിക്ക് ശേഷമായിരിക്കും അവരെ കോടതിയിൽ ഹാജരാക്കുക. എന്തായാലും ക്രൂരമായ പീഡനം, അതിൽ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് ഒരു നടപടിയിലേക്ക് കടന്നത് ഒരു പരിധിവരെ ആശ്വാസമാണ്. ശ്രീജ. ശരി, ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്ത് നിന്ന്. പാതി വില 2 വീലർ തട്ടിപ്പിന് ശേഷം അനന്തു കൃഷ്ണനും സംഘവും ലക്ഷ്യമിട്ടത് മറ്റൊരു വലിയ തട്ടിപ്പിനാണ്. കാർ ഓഫർ ചെയ്ത് തട്ടിപ്പ് നടത്താൻ. പാതി വിലയ്ക്ക് ഇലക്ട്രിക് കാർ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്താനാണ് സംഘം പദ്ധതിയിട്ടത്. ഇത് സംബന്ധിച്ച് ആലോചനകൾ നടക്കുന്നതിനിടെയാണ് അനന്തു കൃഷ്ണൻ അറസ്റ്റിലാവുന്നത്. ഇയാളുടെ ജീവനക്കാരിൽ നിന്ന് ഇത് സംബന്ധിച്ച് നിർണായകമായ സൂചന ലഭിച്ചതായി അനന്തു കൃഷ്ണന്റെ അയൽവാസിയും അഭിഭാഷകനുമായ എ രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. ഈ ഒരു തട്ടിപ്പ് സ്കീമിന് ശേഷം ഇത് ഏറ്റവും പാവപ്പെട്ട ആളുകളെ വെച്ചിട്ടുള്ള തട്ടിപ്പാണല്ലോ. ഇതിന് തൊട്ട് മുകളിലുള്ള മറ്റൊരു ലെയറിനെ ഇവർ കണ്ടിരുന്നു. അത് ഇലക്ട്രിക് കാറുകളുടെ ഒരു തട്ടിപ്പാണ്. കേരളത്തിൽ ഇലക്ട്രിക് കാറുകൾ പകുതി വിലയ്ക്ക് കൊടുക്കുമെന്ന് പറഞ്ഞൊരു സ്കീം കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ സ്വന്തമായിട്ട് ബെൻസ് കാർ അടക്കമുള്ള സമ്പന്നരെയും ഈ ട്രാപ്പിലേക്ക് എത്തിക്കാമായിരുന്നു. കാരണം നമ്മുടെ സാധാരണ മലയാളിയുടെ എന്തിനോടുമുള്ള ഒരു ഡിസ്കൗണ്ടിൽ കിട്ടുന്ന ഒരു ആർത്തി കാരണം അവരൊക്കെ ഇതിൽ കാശ് നിക്ഷേപിച്ചേനെ. ക്രൈംബ്രാഞ്ച് അന്വേഷണം ഏറ്റെടുത്തതോടെ സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പരാതികൾ പോലീസിന് ലഭിക്കുന്നുണ്ട്. ഓരോ ജില്ലയിലെയും പരാതികൾ ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. പരാതികൾ പരിശോധിച്ച് മൊഴിയെടുക്കേണ്ടവരുടെ വിശദമായ പട്ടിക തയ്യാറാക്കും. അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടും പരിശോധിക്കും.
ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇതുവരെ കേരളം കണ്ട തട്ടിപ്പുകൾ പോലെ അല്ല ഇത്. സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും കുഗ്രാമങ്ങളിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരു ചങ്ങലക്കണ്ണികൾ നീണ്ടിട്ടുണ്ട്. അതാത് സ്ഥലത്തെ വിശ്വാസ്യതയുള്ള ഏജൻസികളാണ് പലരും കുടുങ്ങിപ്പോയിട്ടുള്ളത്. അതായത് പണം പോയവരുണ്ട്, വിശ്വാസം നഷ്ടപ്പെട്ട് കുരുക്കിലായവരുണ്ട്, ഇതിന് നടുവിൽ നിന്നവരുണ്ട്. അങ്ങനെ ഇത് വിപുലമാണ്. ഈ സാക്ഷികളും അല്ലെങ്കിൽ ഇരകളും ഉൾപ്പെടുന്ന പട്ടിക. ഇവരെ എങ്ങനെ ഇത് ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത്? എന്താണ് അന്വേഷണ സംഘത്തിന്റെ പ്ലാൻ? ശ്രീജ, അന്വേഷണ സംഘത്തിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയും ഇത് തന്നെയാണ്. കാരണം പരാതികളുടെ ഒരു പ്രളയമാണ്. ഇതിപ്പോൾ ഏത് പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പെടുന്നു എന്ന പോലീസുകാർക്ക് പോലും പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ പരാതികൾ വരുന്നത്. ഓരോ പഞ്ചായത്തിലും അതിനും താഴെയും എല്ലാം തന്നെ പരാതികൾ കേന്ദ്രീകരിക്കുകയാണ്. നിരവധിയായ പരാതികൾ വരുന്നു. ഇന്നലെ മാത്രമായിട്ട് സംസ്ഥാനത്ത് ഏതാണ്ട് 500ഓളം പരാതികളാണ് ഇന്നലെ വന്നു എന്ന് പറഞ്ഞാൽ 480-ലധികം പരാതികൾ ഇന്നലെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. 34 കേസുകൾ ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിവിധ പരാതികൾ ക്രോഡീകരിച്ച് വന്നിട്ടുള്ളതാണ്. കാരണം സമാന സ്വഭാവമുള്ള പരാതികൾ പലതും ഒന്നാക്കി മാറ്റിക്കൊണ്ടാണ് പലയിടത്തും തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഈ കേസുകളുടെ എണ്ണം ഇനി കൂടിയേക്കാം. ഈ വരും ദിവസങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേസുകൾ കൂടുതലാണ് വരുന്നത്. ഇതിൽ ശ്രീജ സൂചിപ്പിച്ചൊരു കാര്യം പോലെ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾ ഇതിൽ ചിലരെങ്കിലും പെട്ടുപോയിട്ടുണ്ട്. കാരണം ഇവരുടെ ഈ നല്ല മുഖം ഉപയോഗിച്ച് സൽപ്പേര് ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൽ പലയിടത്തും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് എറണാകുളത്തെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഈ കോട്ടപ്പുറം രൂപതയുടെ കീഴിലുള്ള കിഡ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സാമൂഹ്യ സംഘടനയാണ്. അതിൽ അവരെ വലിയ നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. സ്ത്രീ ശാക്തീകരണം, സമൂഹത്തിൻ്റെ വിവിധ ഉന്നമനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള വിവിധ പദ്ധതികൾ ചെയ്യുന്നവരാണ്. കളമശ്ശേരി രാജഗിരിയുടെ ഔട്ട്റീച്ച് എന്ന് പറയുന്ന ഒരു ഏജൻസിയുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇതിൻ്റെ ഭാഗവാക്കുകളാക്കി ഇവർ മാറ്റിയെടുത്തിട്ടുണ്ട്. അതിൽ ഇടനിലക്കാരായിരുന്നത് അല്ലെങ്കിൽ അതിലേക്ക് ഒരു കണക്ട് ചെയ്യിപ്പിച്ചത് ഈ ആനന്ദ് കുമാറാണ് എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹത്തിനും ഈ സായിഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നാളിതുവരെയും ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഇവരെല്ലാം ഇതിൽ കൂട്ടിയിണക്കപ്പെടുന്നു. അപ്പോൾ ഇവർ നൽകി കഴിഞ്ഞ ദിവസങ്ങളിൽ കിഡ്സ് നൽകിയ പരാതിയുണ്ട്, അതോടൊപ്പം തന്നെ ഔട്ട്റീച്ച് നൽകിയ പരാതിയുണ്ട്. ഇവർക്കെതിരെയും പരാതി വരുന്നു. ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾക്കെതിരെയും ഇവരെ പണമടച്ചു, അവർക്ക് നൽകുന്നത് ചെറിയൊരു ഫീസിനത്തിലൊരു തുകയാണ്. അപ്പോൾ ഇവർക്കെതിരെയും ഈ പരാതി വന്നിരിക്കുന്നത്. തട്ടിപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ളൊരു ആഴം ഇപ്പോഴാണ് ഇവർക്കും മനസ്സിലാക്കുന്നത്. തങ്ങൾ ഇരയാക്കപ്പെടുന്നു എന്ന പല ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളും തിരിച്ചറിയുന്നു എന്നതാണ്. അപ്പോൾ അവർ തിരിച്ചും പരാതി നൽകുന്ന ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. ഇനിയിപ്പോൾ ഇവരെല്ലാം തന്നെ മൊഴിയെടുപ്പ് അടക്കമുള്ള അതിസങ്കീർണമായ നടപടികൾ ഇനിയും അവശേഷിക്കുകയാണ് ക്രൈംബ്രാഞ്ചിന് മുന്നിലുള്ളത്. അപ്പോൾ ഇവരിൽ നിന്നെല്ലാം കൃത്യമായ വിവരശേഖരണം അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒപ്പം ഇഡിയും ഈ അന്വേഷണത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇഡി ഇതിൽ അന്വേഷണത്തിലേക്ക് വരുമ്പോഴുള്ള ഒരു ആളുകൾക്ക് ആശ്വസിക്കാവുന്നൊരു ഘടകമെന്ന് പറയുന്നത് ഇതിൽ അവർക്ക് ഇവരുടെ സ്വത്തുവകകൾ അറ്റാച്ച് ചെയ്യാനുള്ള ഒരു അധികാരം കൂടിയുണ്ട്. അവർക്ക് ആ രീതിയിലേക്ക് ഇത് ഈടാക്കാനായിട്ട് കഴിയുകയും ചെയ്യും. അപ്പോൾ പക്ഷെ അതെല്ലാം ഈ അന്വേഷണത്തിൻ്റെ മുന്നോട്ടുള്ള കുറേയധികം ചെന്നിട്ടുള്ള ഒരു പ്രോസസ്സിൽ മാത്രമേ പറ്റുകയുള്ളൂ. എന്തായാലും ആ രീതിയിൽ ഇഡിയും ഈ അന്വേഷണത്തിലേക്ക് വന്നിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിന് പുറകെ തന്നെ ഇതിൽ വലിയ രീതിയിലുള്ളൊരു പണം ഇപ്പോൾ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നൊരു ഘട്ടത്തിൽ തന്നെയാണ്. ഒപ്പം തന്നെ നമ്മളിന്ന് ഈ നേരത്തെ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന് EV കാറുകളിലേക്ക് കൂടി നീങ്ങാനുള്ള ഒരു ലക്ഷ്യമുണ്ടായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അയൽവാസിയായിരുന്ന അഡ്വക്കേറ്റ് പറയുന്ന രാജേഷ് മോഹൻ പറയുന്നത് ഈ രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പദ്ധതി ഉണ്ടായിരുന്നു. കാരണം ഇതുകൊണ്ടൊന്നും ഒതുങ്ങുന്നതായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കാരണം മുന്നോട്ട് പോകാൻ തന്നെയായിരുന്നു ആ തീരുമാനമുണ്ടായിരുന്നത്. ആ രീതിയിൽ കാറുകളിലേക്ക് കടക്കുക, കുറേ കൂടി സമ്പന്നരെ ഇതിൽ ലക്ഷ്യമിടുക, മധ്യവർത്തികളെ വിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് പോകുക, അങ്ങനെ വിശാലമായ രീതിയിലേക്ക് ആ തട്ടിപ്പിൻ്റെ ഒരു ഇടം ഒരുക്കിയെടുക്കുക എന്നത് തന്നെയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ കണക്കുകൂട്ടൽ എവിടേക്കോ പിഴച്ചു. ഏതായാലും അതിൻ്റെ അനന്തരഫലം ഇപ്പോൾ കേരളത്തിൽ ഒരു വലിയ വിഭാഗം ജനങ്ങൾ അനുഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അന്വേഷണം തുടരുകയാണ്. വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ ഇഡി ക്രൈംബ്രാഞ്ച് അടക്കം കടക്കേണ്ടതുണ്ട്. അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇയാളുടെ ജാമ്യാപേക്ഷ മൂവാറ്റുപുഴ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഏതായാലും അത്തരം കാര്യങ്ങളിലും കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.
വലിയൊരു തട്ടിപ്പ്, ഇപ്പോൾ കണ്ടതിനേക്കാൾ വലിയ തട്ടിപ്പിലേക്ക് പോകാനായിരുന്നു ഈ സംഘത്തിൻ്റെ പദ്ധതി. പക്ഷേ അതിനു മുൻപാണ് പോലീസിൻ്റെ പിടിയിലാവുന്നത്. നമ്മൾ മറ്റ് വാർത്തകളിലേക്ക്, ഈ മണിക്കൂറിലെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്, ഈ ദിവസത്തെ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമ്മൾ മടങ്ങിയെത്തും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. അതുവരെ ഇത് കണ്ടോ.